എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അനുഭവം കേട്ടാലോ? വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ഗ്രൂപ്പിലുള്ളവരുടെ അനുഭവങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവരുടെ ഇത് പറയും കേട്ടോ. കഴിയുന്നതും മെമ്പർഷിപ്പ് എടുത്ത് വരാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. നമസ്കാരം ശ്രീകാന്ത്. ഞാൻ ത്രിമധരം കുടുംബത്തിലെ അംഗമാണ്. പേര് ബിന്ദു. ഭഗവാന്റെ അനുഗ്രഹത്താൽ മോന് അഡ്മിഷൻ കിട്ടിയ അനുഭവം ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണ ഗുരുവായൂരപ്പ, ഈ അടുത്ത ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടോ. അത്ഭുതം എന്നാണോ അനുഗ്രഹം എന്നാണോ പറയേണ്ടത് അറിയില്ല. സർ, ഞങ്ങൾ മെയ് 14 ഗുരുവായൂർ പോയിരുന്നു. വൈശാഖ മാസം തീരുന്ന ദിവസമായിരുന്നതിനാൽ നല്ല തിരക്കായിരുന്നു. എങ്കിലും ഭഗവാനെ 3 പ്രാവശ്യം നന്നായി കണ്ടു തൊഴാൻ സാധിച്ചു. വഴിപാടുകൾ നടത്തി. സർ, ഗുരുവായൂരിൽ മഹാപ്രദക്ഷിണം ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. 15-ന് വൈകിട്ട് ഭഗവാനെ തൊഴുതു കഴിഞ്ഞ് ഞാൻ പ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങി. ക്ഷേത്രക്കുളത്തിൽ കാല് കഴുകി ഗണപതിയെ തൊഴുത് ഒരു പ്രാവശ്യം ക്ഷേത്രത്തിന് ചുറ്റി അകത്ത് കടന്നു. നല്ല തിരക്ക്. ഇനി അകത്ത് 18 പ്രദക്ഷിണം വെക്കണം. തിരക്ക് കാരണം മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല കേട്ടോ. കുറച്ച് പ്രദക്ഷിണം കഴിഞ്ഞപ്പോൾ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളാൻ സമയമായി. ആനകൾ വന്നു. മുന്നോട്ട് കടന്നു പോകാൻ ബുദ്ധിമുട്ടായി. എങ്കിലും എനിക്ക് കടന്നു പോകാൻ പറ്റിയ സമയത്ത് ഞാൻ പ്രദക്ഷിണം വെച്ചു. ചെയിനിട്ട സമയത്ത് അവിടെ നിൽക്കേണ്ടി വന്നു. പിന്നെ ഭഗവാന്റെ ഒപ്പം പ്രദക്ഷിണം വെച്ചു. ആകെ 10 പ്രദക്ഷിണേ വെക്കാൻ കഴിഞ്ഞുള്ളൂ കേട്ടോ. നട അടയ്ക്കാൻ സമയമായതുകൊണ്ട് ബാക്കി 8 പ്രദക്ഷിണം പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി. പിറ്റേന്ന് ഭഗവാനെ തൊഴുതു തിരിച്ചു പോന്നു. ഇനി വരുമ്പോൾ നടത്താൻ തീരുമാനിച്ചില്ലെങ്കിലും ഇനി എന്നാണ് ഗുരുവായൂർക്ക് വരാൻ കഴിയുന്നത്? പെട്ടെന്നൊരു വരവ് ബുദ്ധിമുട്ടാണ്. വീട്ടിൽ വന്നിട്ടും പ്രദക്ഷിണം വെക്കാത്തതിൻ്റെ സങ്കടമായിരുന്നു. അപ്പോഴാണ് ആ ആഴ്ച തന്നെ എൻ്റെ കുറച്ച് കൂട്ടുകാർ ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര നാരായണീയ പാരായണത്തിൽ പങ്കെടുക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞത്. ഉടനെ ഒരു ഗുരുവായൂർ യാത്ര കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും കേട്ടപ്പോൾ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു, നീ പോയിക്കോ, കാശിൻ്റെ കാര്യമൊക്കെ ശരിയാക്കാമെന്ന്. എനിക്ക് സന്തോഷമായി. കൃഷ്ണ, ഈ പ്രാവശ്യം പ്രദക്ഷിണം പൂർത്തിയാക്കാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥനയായി. അങ്ങനെ 23-ന് ഗുരുവായൂരിലെത്തി. നാരായണീയ പാരായണം കഴിഞ്ഞു റൂമിലെത്തി. കുളിച്ച് ഫ്രഷായി അമ്പലത്തിലെത്തി വരി നിന്നു. കണ്ണാ, എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ എനിക്കും എന്തെങ്കിലും ഒരു അനുഭവം തരണേ എന്ന് ആഗ്രഹിച്ചു. തൊഴുതിറങ്ങിയപ്പോൾ 8 മണി കഴിഞ്ഞു. പ്രദക്ഷിണം പൂർത്തിയാകാൻ കുറച്ചധികം സമയം വേണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലായതുകൊണ്ട് ഭഗവാന്റെ ശീവേലി കണ്ട് തിരികെ പോന്നു. കുളികി കഴിഞ്ഞു വീണ്ടും അമ്പലത്തിലെത്തി വരി നിന്നു. നല്ല തിരക്കായിരുന്നു. പിറ്റേന്ന് 8 മണിക്ക് മുൻപാണ് തൊഴുതിറങ്ങിയത്. കൂടെയുള്ളവരെ ഭക്ഷണത്തിന്റെ പരിയിൽ നിർത്തിയിട്ട് ഞാൻ ക്ഷേത്രക്കുളത്തിൽ കാൽ കഴുകി ഗണപതിയെ തൊഴുത് പ്രദക്ഷിണം ചുറ്റി തുടങ്ങി. ചാറ്റൽ മഴയുണ്ട്. ഭഗവാനോട് പ്രാർത്ഥിച്ചു, കണ്ണാ, ഇത് പൂർത്തിയാക്കാൻ അനുഗ്രഹിക്കണേ. പടിഞ്ഞാറൻ നടയിലെത്തിയപ്പോഴേ മഴ ശക്തമായി. കയ്യിൽ കുടയില്ല. കുറച്ചു നേരം അവിടെ നിന്നു. അപ്പം അബിയൂർക്ക് പോകാൻ വന്നൊരു ചേച്ചി കുടയുമായി എന്നെ കുളത്തിൻ്റെ അവിടെ വരെ എത്തിച്ചു. പിന്നെ അങ്ങോട്ട് മഴ നനയാതെ പോകാം. അങ്ങനെ ഞാൻ ക്ഷേത്രത്തിൽ കടന്നു. കൊടിമരച്ചോട്ടിൽ നിന്ന് തൊഴുത് പ്രദക്ഷിണം തുടങ്ങി. നല്ല തിരക്കാണ്. ഓരോ തവണയും കൊടിമരച്ചോട്ടിൽ നിന്ന് എത്തി നോക്കി. ശ്രീകോവിലെ വിളക്ക് കണ്ട് പ്രാർത്ഥിച്ചു. തിരക്ക് കാരണം കൊടിമരച്ചോട്ടിൽ നിന്ന് കടന്നു പോകാൻ നല്ല സമയം വേണമായിരുന്നു. ഇടയ്ക്ക് ചാറ്റൽ മഴയും എൻ്റെ കൂടെ കൂടി. അങ്ങനെ 10 പ്രദക്ഷിണം കഴിഞ്ഞു എന്ന് തോന്നുന്നു. കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഹരേ കൃഷ്ണ. അപ്പോഴാണ് അത് സംഭവിച്ചത്. സത്യം പറയാലോ സാർ, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് എത്ര പേർ വിശ്വസിക്കുമെന്നും അറിയില്ല. ഹരേ കൃഷ്ണ. ഞാൻ അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിലിൻ്റെ മുന്നിൽ തൊഴുതിട്ട് മുന്നോട്ട് നടന്നു. എൻ്റെ മുൻപിൽ ഒരു പെൺകുട്ടി അടിപ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്. അടിപ്രദക്ഷിണം ആയതുകൊണ്ട് ആ കുട്ടി കീഴ്പോട്ട് നോക്കി മെല്ലെയാണ് പോകുന്നത്. മഞ്ഞ ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്. 15 വയസ്സിൽ താഴെ മാത്രമേ പ്രായം കാണൂ. ഞങ്ങൾ 2 ആളും ഒപ്പം എത്തിയപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ മുന്നിലേക്ക് കുറേയേറെ മഞ്ചാടി കുരുക്കൾ ആരോ എടുത്തിട്ടതുപോലെ വന്നു വീണു. കുറച്ചൊക്കെ 2 ആളുടെയും ദേഹത്ത് വീണു. ഞങ്ങൾ 2 ആൾ അമ്പരന്ന് നിൽക്കുകയാണ്. സത്യം പറയാലോ സാർ, ഞാൻ വിചാരിച്ചത് ആ മോളുടെ കയ്യിൽ നിന്ന് വീണ മഞ്ചാടിയാണെന്നാണ്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോളുടെ കയ്യിൽ നിന്ന് വീണുപോയതാണോ എന്ന്. അല്ല, ആ കുട്ടി പറഞ്ഞപ്പോൾ ഞാൻ മുന്നോട്ട് നോക്കി. ഞങ്ങളുടെ തൊട്ട് മുന്നിൽ ആരുമില്ല. ഒരു ചേച്ചി കുറച്ചധികം ദൂരത്തു കൂടെ പോകുന്നുണ്ട്. ആ ചേച്ചി ഇത് കണ്ടിട്ട് പോലുമില്ല. ഞാൻ തിരിഞ്ഞു പുറകോട്ട് നോക്കി. ഞങ്ങൾക്ക് തൊട്ടു പുറകിലോ ആരുമില്ല. അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിലിന് മുന്നിൽ നിറയെ ആളുകളുണ്ട്. അവരും ഇത് കണ്ടില്ല. പിന്നെ സൈഡിൽ കുറച്ച് ചേട്ടന്മാർ വലിയ വാർപ്പ് കഴുകിക്കൊണ്ടിരിക്കുന്നു. അവരും അത് കണ്ടിട്ടില്ല. അവരുടെ കൂടെ കുറച്ചു പേര് നിൽക്കുന്നുണ്ട്. അവരാണെങ്കിൽ അയ്യപ്പസ്വാമിയുടെ അമ്പലത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. സത്യം പറയാലോ സാർ, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാൻ അടുത്ത ആരുമില്ല. അകലെ നിൽക്കുന്നവർ ഇത് ശ്രദ്ധിക്കുന്നുമില്ല. ഞാനും ആ കുട്ടിയും അമ്പരന്ന് ചുറ്റും നോക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ചുറ്റും ആ തറ നിറയെ മഞ്ചാടിക്കുരുകൾ ചിതറിക്കിടക്കുന്നു. നടുക്കുള്ള കല്ല് വാകിയ വഴിയിലും ടൈല് പതിച്ച ഇടങ്ങളിലും കുറേയേറെ മഞ്ചാടി കുറച്ചധികം സ്ഥലത്തായി ചിതറിക്കിടക്കുന്നു. പെറുക്കിയെടുക്കാമെന്ന് വെച്ചാൽ കുറേ അധികം സമയം വേണം. ഇതെല്ലാം സാർ കുറച്ച് സമയത്തിനുള്ളിൽ നടന്നാണ്. മഞ്ചാടി പെറുക്കണോ അതോ പ്രദക്ഷിണം വെക്കണോ എന്ന ചിന്തയിലാണ് ഞാൻ. ആ കുട്ടിയോ അതേ അവസ്ഥയിലാണ്. എന്താണെന്നറിയില്ല സാർ. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, സാരമില്ല, അതാ അവിടെ കിടന്നോട്ടെ, മോള് പ്രദക്ഷിണം വെച്ചോ എന്ന്. ആരോടെങ്കിലും ഒന്ന് ചോദിക്കണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ സമയത്തും ആരുമില്ല. ഞാനും മുന്നോട്ട് നടന്നു കേട്ടോ. കൃഷ്ണ ഗുരുവായൂരപ്പ, എന്ത് അത്ഭുതമാണ് നടന്നതെന്നോ എന്താ സംഭവിച്ചതെന്നോ എനിക്ക് ഇന്നും മനസ്സിലാകുന്നില്ല.
സ്വപ്നമല്ലെന്ന് ഉറപ്പാണ് സാർ. ഞാനിത് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുമെന്ന് അറിയില്ല. എൻ്റെ കൂടെയുള്ളവരോട് ഇത് പറയാൻ എനിക്ക് തിടുക്കായി. ഒരത്ഭുതം കൂടെയുണ്ട് സാർ. അടുത്ത പ്രദക്ഷിണം വെച്ച് ആ സ്ഥലത്ത് എത്തിയപ്പോൾ ഒരു മഞ്ചാടി പോലും അവിടെയില്ല. പുറകെ വന്ന് ആരെങ്കിലും പെറുക്കിയെടുത്തതാണോ അതും അറിയില്ല. ആ പെൺകുട്ടിയെ കടന്ന് മുന്നോട്ട് പോയപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാനും കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ പ്രദക്ഷിണം പൂർത്തിയാക്കുന്ന ശ്രദ്ധയിലായിരുന്നു. പ്രാർത്ഥനയോടെ അത് പൂർത്തിയാക്കി. സത്യം പറയാലോ സാർ, എൻ്റെ കൂട്ടുകാരെ കാണുമ്പോൾ ഇത് പറയണമെന്ന് വിചാരിച്ച ഞാൻ ഈ സംഭവം മറന്നു. പ്രദക്ഷിണം പൂർത്തിയാക്കാൻ കഴിഞ്ഞ സന്തോഷമായിരുന്നു മനസ്സ് നിറയെ. ഭഗവാന്റെ പ്രസാദം കഴിച്ച് മടങ്ങി വന്നു. പിറ്റേ വ്യാഴാഴ്ച ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കൃഷ്ണനെ തൊഴുത് ഞാനും കൂട്ടുകാരിയും ജോലിസ്ഥലത്തെത്തി. കൂട്ടുകാരി ഓഗസ്റ്റ് 8-ന് ഗുരുവായൂർക്ക് പോകുന്നുണ്ടെന്നും മഞ്ചാടി വാങ്ങണമെന്ന് പറഞ്ഞപ്പോഴാണ് സാർ എനിക്കുണ്ടായ മഞ്ചാടി അത്ഭുതം പെട്ടെന്ന് ഓർമ്മ വന്നത്. ഞാൻ കൂട്ടുകാരിയോടും എൻ്റെ വീട്ടിലും പറഞ്ഞു, എല്ലാവർക്കും അത്ഭുതമാണ്. ആകാശത്തുനിന്ന് പൊട്ടി വീണതുപോലെ ആ മഞ്ചാടി കുരുക്കൾ എൻ്റെയും ആ പെൺകുട്ടിയുടെയും ചുറ്റും വീണത് ഓർക്കുമ്പോൾ എൻ്റെ കൃഷ്ണ, എന്താ അവിടെ സംഭവിച്ചത്? ഗുരുവായൂരപ്പ, എന്തെങ്കിലും ചെറിയ അനുഭവം തരണമെന്ന് പറഞ്ഞ് ഭഗവാന്റെ അടുക്കൽ ചെന്ന് എനിക്ക് മഞ്ചാടിക്കുരുക്കൾ കൊണ്ട് ഒരു മായാലോകം കാണിച്ചു തന്നല്ലേ ഭഗവാനെ. കൃഷ്ണ ഗുരുവായൂരപ്പ, അങ്ങയുടെ പാദങ്ങളിൽ എൻ്റെ കോടി കോടി പ്രണാമം. ശ്രീകാന്ത് സാർ, ഒരുപാട് നീണ്ടുപോയെന്നറിയാം. സോറി ട്ടോ. സമയമുള്ളപ്പോൾ വായിച്ചാൽ മതി. ഹരേ കൃഷ്ണ. എന്താ കഥ? ഞാനൊന്നും പറയുന്നില്ല. അത്ഭുതം എന്നല്ലാതെ എന്താ പറയാല്ലേ. അങ്ങനെയാണ് പലപ്പോഴും അനുഭവങ്ങൾ വരുന്നത്. ഹരേ കൃഷ്ണ.